10ാം ക്ലാസ്സിൽ കിട്ടിയ ഫുൾ എ പ്ലസ്. കുറെ ആൾക്കാർ ഇങ്ങനെ പറയും നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ ടേണിംഗ് പോയിന്റ് 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മേടിച്ച ഒരു മണം കിട്ടൂലെന്ന്. കിട്ടിയ ആൾക്കാരല്ലല്ലോ ഈ പറയുന്നത്, കിട്ടാത്ത ആൾക്കാരല്ലേ പറയുന്നത്. അപ്പൊ കിട്ടിയ ആളിൽ നിന്നും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേൾക്കുക. പ്ലസ് ടു നിങ്ങൾ സയൻസ് അല്ല വേറെ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എന്തെങ്കിലും ആണെങ്കിലും എടുക്കുന്നെങ്കിൽ ട്രയൽ ഓപ്ഷൻ എന്താണ്, നിങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂൾ കിട്ടും. ബട്ട് നിങ്ങൾ സയൻസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ റിസർവേഷനും ഗ്രേസ് മാർക്കും അതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് അവസാനം 1-2 സീറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെന്ററിയിലോ സ്പോട്ടിലോ വല്ലതും കിട്ടുമായിരിക്കും. ചിലപ്പോ കൊറോണ ടൈമിൽ പാസ് ഔട്ട് ആയത് കൊണ്ട് തന്നെ മറ്റേ ക്യാഷ് അവാർഡ് മറ്റേ വകേറ 10,20,000 രൂപ അതെനിക്ക് കിട്ടിയില്ല. ബട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസും എല്ലാം കണക്കാക്കുന്നത്. എവിടെ പോയാലും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകണം. ഡിഗ്രിക്ക് പോയാലും PGക്ക് പോയാലും ജോലിക്ക് പോയാലും ഒക്കെ. ഇഫ് നിങ്ങൾക്ക് 3 A+, 2 A+, 1 A+ ഒക്കെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്കിൽ അവരിങ്ങനെ നോക്കും, അവർ നിങ്ങളുടെ ഡേറ്റ് നോക്കും, ഇത് നോക്കും, തിരിച്ചു തരും. പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ 10 A+ ആണ് കിടക്കുന്നെങ്കിൽ അവർ നിങ്ങളോട് പറയും നിനക്കിപ്പോ പഠിക്കാൻ വയ്യല്ലേ, 10 നീ പഠിക്കുമായിരുന്നല്ലേ. ഈ അപമാനം എന്നും നിങ്ങളിങ്ങനെ വേട്ടയാടും. പിന്നെ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ഷോ കാണിക്കും. അപ്പം 10 A+ പഠിക്കാൻ മാർക്കല്ലേ കേട്ടോ.